ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ്, ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയാസ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. ഒരു പ്രത്യേകതയുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ JTP വയർലെസ് മൈക്രോഫോൺ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങിയ ടൈമിൽ K8 വയർലെസ് മൈക്രോഫോണാണ് നമ്മൾ ഉപയോഗിച്ചത്. മൈക്ക് ഓഫായി പോയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ JTP മൈക്രോഫോൺ ഉപയോഗിച്ച്. ഇപ്പോൾ സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്, രണ്ട് മൈക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ് വരുന്നത് വീഡിയോയിൽ. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ, കാരണം ഈ റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ JTP മൈക്ക് നമ്മൾ യൂസ് ചെയ്ത സമയത്ത് റേഡിയോ ഫ്രീക്വൻസിയിലെ സൗണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ അറിയാൻ പറ്റും. K8 മൈക്രോഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇല്ല, എന്നാലും ഡ്രോബാക്സ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കാറുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. രണ്ട് മൈക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ ഒരു പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസും ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയാസും ഒരിക്കൽ കൂടി ക്ലാസ് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണെങ്കിലും ഈ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ JTP വയർലെസ് മൈക്രോഫോൺ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ റിസീവർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാലും റേഡിയോ ഫ്രീക്വൻസിയിലെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. അപ്പോൾ ദയവേത് ക്ഷമിക്കണം. ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ റിസീവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ JTP 5 മണിക്കൂർ 7 മണിക്കൂർ വരെ ഒക്കെ കിട്ടും. F50 എന്ന് പറഞ്ഞാൽ വയർലെസ് മൈക്രോഫോണും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അത് F50 വരുന്നത് 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ നോക്കി വെച്ചതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോ ചെയ്തിരുന്നില്ല, ഇത്തിരി ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നതിൽ. എന്നാലും ഇതിപ്പോൾ നമ്മൾ റിസീവർ യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്തോരം ടൈം കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല. അതും കുറച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത്രയും ടൈമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ. എന്തായാലും നമ്മൾ പരമാവധി വീഡിയോ നമ്മൾ ചെയ്ത് നോക്കും. പുതിയ മൈക്ക് നമ്മൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ പ്രാവശ്യം വീഡിയോ എടുത്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവേത് ഞാൻ പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം, കാരണം റേഡിയോ ഫ്രീക്വൻസി പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കാര്യമായിട്ട് വിശദീകരിച്ചത് മൈക്രോഫോണിനെ കുറിച്ച്. ടൈം ഒരുപാട് കിട്ടുന്നുള്ളത് വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം 5 മണിക്കൂറും സ്റ്റാർട്ട് ചെയ്ത് 7 മണിക്കൂർ വരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു വലിയ വീഡിയോ നമുക്ക് കിട്ടും. പക്ഷേ റേഡിയോ ഫ്രീക്വൻസി അതിൻ്റെ ഒപ്പം തന്നെ നിലനിൽക്കുന്നൊരു കാര്യം കൂടിയാണ്. എന്തായാലും മൈക്ക് നല്ല മൈക്കൊക്കെ തന്നെ, ബാക്കി നിങ്ങളുടെ സഹകരണം അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയസ് ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഞാനൊരു പക്ഷേ ഒരു വീഡിയോ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം താല്പര്യമെന്ന് പറയാൻ ആവില്ല. കാരണം ഫസ്റ്റ് പാർട്ടൊക്കെ നല്ല സൗണ്ടും പിന്നെ സൗണ്ട് കുറച്ച് കുറഞ്ഞു പോയേക്കണ അവസ്ഥയാണ് നമ്മൾ രണ്ടാമത് ചെയ്തപ്പോൾ. അത് 2 മൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ എന്താ പറയുക, K8 വയർലെസ് മൈക്രോഫോൺ ഏകദേശം
2-3 കൊല്ലമൊക്കെ എത്തിയ മൈക്രോഫോണാണ്. നമ്മൾ യൂസ് ചെയ്ത് കുറേ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അത് ഈ റിസീവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ റിസീവർ യൂസ് ചെയ്യുന്നില്ല, ഈ റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ആ ഡിഫറൻസ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. റിസീവർ യൂസ് ചെയ്യാത്ത എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം കൂടിയാണ്. കാരണം നമുക്കത് ഒരു എന്താ പറയുക, വെറുതെ വെക്കുന്ന ഒരവസ്ഥയായി. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കമൻസൊക്കെ വളരെ എന്താ പറയുക, ഇത് തന്നെ ഇപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കണമെന്നുള്ളത്. കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ഷമിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഈ വീഡിയോൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഒരു വാല്യൂ തന്നെ ഭയങ്കര ഡിഫറൻസ് വരും. ഞാൻ പിന്നെ എല്ലാ കാര്യവും പറയാറുണ്ട് എല്ലാ വീഡിയോയിലും. പിന്നെ ഇത് പുതിയ മൈക്ക് വെച്ച് തന്നെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലായിട്ട് വിശദീകരിച്ച് പറഞ്ഞോളൂ. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ ഒരു മൈക്കും കൂടി നമുക്ക് പറയാനുണ്ട്. ഇതിപ്പോൾ JTP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. JTPയുടെ മൈക്ക് എന്ന് വെച്ചാൽ 2 മൈക്കും പിന്നെ ഒരു റിസീവറാണ് അതിൽ വരുന്നത്. റിസീവർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഒരു മൈക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ടൈമിങ്ങിൻ്റെ കാര്യം ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് അത്ര വ്യക്തമായിട്ടില്ല. പിന്നെ ഇനി F15 ആണ് ഇനി യൂസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം എല്ലാ വീഡിയോയിലും സൗണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം K8 ആണെങ്കിൽ വേറെ രീതിയിലുള്ള അത്യാവശ്യം നല്ല കാര്യമായിട്ടുള്ള സൗണ്ടാണ് റിസീവർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇത് നമ്മൾ റിസീവറൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ F15ൻ്റെയും ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ JTPയുടെ മൈക്ക് വെച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യും, 2 മൈക്ക് വെച്ചുകൊണ്ട്. F15ൻ്റെ വെച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യും. K8 വയർലെസ് മൈക്രോഫോൺ വെച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യും. അങ്ങനെ വിചാരിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് എടുക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക്സ് തന്നെ. ക്യാമറയുടെ ക്ലാരിറ്റി പോകുമെന്നറിയില്ല, കാരണം ഇങ്ങനെ കുറേ നേരം സംസാരിക്കുമ്പോൾ ക്യാമറയുടെ ക്ലാരിറ്റി പോകാറുണ്ട്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ ഒന്ന് ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ പോവുകയാണെങ്കിൽ. അങ്ങനെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കേണ്ടിയും വരും. ഏകദേശം 1 മണിക്കൂറുള്ള വീഡിയോക്ക് ആണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് തന്നെ അപ്ലോഡ് ചെയ്യും. അതും കൂടി ഞാൻ പ്രത്യേകം പറയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക്ക് പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ് നോക്കാം. ഈ ടോപ്പിക്കും കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദ മേക്കിംഗ് ഓഫ് ദ ഹിമാലയാസ്, ടെക്ടോണിക് സബ് ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ്. ഈ ടോപ്പിക്സൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോപ്പിക്ക് നോക്കാം. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ്. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ്. The existence of the undulating erosional plains of Aksai chain, Diozia, Dipsang and Lingxi Tang at high altitudes within the Himalayas indicates that these plains were formed due to erosional activities much before the formation of Himalayas. On the other hand, there are many small longitudinal valleys. They are of tectonic origin and they are known as dunes. Dehradun, Chaudhry Dun, Patli Dun and the Valley of Kashmir are some of the famous examples. ഒരിക്കൽ കൂടി പറയാം. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ്. The existence of the undulating erosional plains of Aksai chain, Diozia, Dipsang and Lingxi Tang at high altitudes within the Himalayas indicates that these plains were formed due to erosional activities much before the formation of Himalayas. On the other hand, there are many small longitudinal valleys. They are of tectonic origin and they are known as dunes. Dehradun, Chaudhry Dun, Patli Dun and the Valley of Kashmir are some of the famous examples. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയസ് നമ്മൾ പറഞ്ഞത്.
സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നോക്കാം. ഇനി നമുക്ക് നോക്കാം ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയാസ്. ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയാസ്. എ ഗ്ലേഷ്യർ ഈസ് എ ലാർജ് ലോങ് ലാസ്റ്റിംഗ് റിവർ ഓഫ് ഐസ് that is formed on land and moves in response to gravity. A glacier is formed by multi-year ice accretion in mountainous or sloping terrain. The glacier fringe is the area where the glacier has recently melted. There are two main types of glaciers: alpine glaciers, which are found in mountain terrains, and continental glaciers, which are associated with the ice ages and can cover large areas of continents. Glacier ice is the largest reservoir of fresh water on Earth and second only to the oceans as the largest reservoir of total water. The Siachen Glacier in the Himalayas is the largest alpine glacier in the world. Glaciers are found on every continent except Australia. The Gangotri and the Kedarnath glaciers, fed by the Gangotri Himal snowfield and the Milam and the Pindari glaciers, having their sources in the Nanda Devi Himal, are well known. The Karakoram Himalayas contain India's four largest glaciers, namely Siachen 75 km, Baltoro 58 kms, Biafo 59 km, and Hispar 62 km. The Ganga takes its origin from the melt waters of the Gangotri, the Yamuna from the Yamunotri, and the Brahmaputra from the Chemangdang Glacier. Some of the important Himalayan glaciers are discussed in detail. Siachen Glacier is located in the East Karakoram Himalayas at approximately 35.5 degree and 76.9 degree E. It is the planet's largest alpine glacier outside the poles, and thus is sometimes referred to as the third pole. It is situated at an altitude of 5,400 m above sea level. The Siachen Glacier is the Great Himalayan watershed that demarcates Central Asia from the Indian subcontinent and that separates Pakistan from China in this region. The 75 km long Siachen Glacier lies between the Saltoro Ridge line to the west and the main Karakoram range to the east. The Saltoro Ridge originates from the Siakagri in the Karakoram range, and the altitudes range from 18,000 to 24,000 ft. The major passes on this ridge are Siala at 20,000 ft and Bila found at 19,000 ft. The glacier is located in the disputed Kashmir region and is claimed by India and Pakistan. In spite of the severe climate, the word Siachen ironically means the place of roses, a reference to the abundance of Himalayan wildflowers found in the valleys below the glacier. The glacier is also the highest battleground on Earth. Gangotri Glacier is located in Uttaranchal, India, in a region bordering Tibet. The glacier is about 30 km long and 2 to 4 km wide. The source of the Gangotri Glacier is said to resemble a cow's mouth, and the place is called Goumug, which is about 80 km from the town of Gangotri.
is the precise source of the Bhagirathi river, an important tributary of the Ganga. The Pindari Glacier is a glacier found in the upper reaches of the Kumaon Himalayas to the southeast of Nanda Devi. The trail to reach the glacier crosses the villages of Saung, Lohargat over the Dakuri passes, on to Kyati, the last inhabited village on the trail. Diwali, Purkia, and finally 0 point Pindari, the end of the trail. Hangkyu Glacier is located in Kyumbu of eastern Nepal and forms the southern base of Barans 7,220. Sarpo Lago Glacier is a glacier in Pakistan in the Karakoram mountain range of the Himalayas. The Rombak Glacier is located in the Himalayas of southern Tibet. This glacier is used by climbing expeditions and trekking parties to reach Everest base camp on the north side of Mount Everest. From there, climbing expeditions try to summit Everest by the North Ridge. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കുക. അത് അത്യാവശ്യം നല്ലൊരു ടോപ്പിക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല ലെങ്ത്തുള്ള ടോപ്പിക്ക് തന്നെയാണ്. അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സും ഉണ്ട്. ഞാൻ പറഞ്ഞേക്കണതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഒന്ന് മനസ്സിലാക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും പറ്റുന്നില്ല. പിന്നെ നമുക്ക് അടുത്തൊരു ടോപ്പിക് കൂടി പറയാനുണ്ട് സൈഡിൽ. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ടോപ്പിക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയാസ്. To crosses the Himalayas from south to north is extremely difficult. It can be crossed only through some mountain passes. There are a large number of passes in the Himalayas. Some of them are the Gangtok in Sikkim to Lhasa in Tibet via the Nadula passes and Jalapla passes, offshoots of the ancient Silk Route. Badgaon in Nepal to Nailam in Tibet, Rongtang passes in Himachal Pradesh, India, etc. In the past, these passes served as link lines between India and Tibet, but nowadays they are the places which need constant watch by the defense forces. Sojila and Shipkila in Ladakh region connect Ladakh with Tibet. Sasar passes connects Ladakh to Kashmir with the Yarkand of Karakoram range in China. Jalapla connects Darjeeling with Lhasa of Tibet through Chambi Valley and Tiusu and Tangup connect Arunachal Pradesh with China and Myanmar. The road from Srinagar in Kashmir via Ladakh to Tibet is now less used because of such troubles in the region. Other important ones are Chola, Patkai, Bamdila, Changla, etc. ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയാസ് നമ്മൾ പറഞ്ഞത്. നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക.
ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ഇതൊന്ന് മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്യാനും, എന്തായാലും നമുക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്യാനും ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ പറഞ്ഞേക്കണ ടോപ്പിക്സുകളും വീഡിയോസൊക്കെ. അങ്ങനെയും കൂടി നിങ്ങൾ ദയവേത് പ്രയോജനപ്പെടുത്തണം. ഇനി ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്. ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്. നെയിം ഓഫ് ഗ്ലേഷ്യർ. ലെങ്ത് km located in region. സിയാച്ചിൻ 75 കാരക്കോരം. ഫെഡ്കെൻഗോ 74 കാരക്കോരം. ഹിസ്പാർ 62 കാരക്കോരം. ബിയാഫോ 59 കാരക്കോരം. ബൾട്ടോറോ 58 കാരക്കോരം. റോംബക് 52. കാഞ്ചൻജംഗ എവറസ്റ്റ്. ചോഗോ ലഗ്മ 50 കാരക്കോരം. ക്യൂർഡലപ്പോ 47 കാരക്കോരം. ലോലോഫോണ്ട് 40 കാരക്കോരം. യാർക്കണ്ട് റിമോ 40 കാരക്കോരം. ഗംഗോട്രി 30. ഹുമയൂൺ ഗർവാൽ 30. ഗോഡ്വിൻ ഓസ്റ്റിൻ 30 കാരക്കോരം. പ്യാസു 25 കാരക്കോരം. സിമു 25 കാഞ്ചൻജംഗ എവറസ്റ്റ്. ക്യാൻയാങ് 24 കാരക്കോരം. ചോങ്കംഡൻ 21 കാരക്കോരം. 21 കാരക്കോരം. കാഞ്ചൻജംഗ 21 കാഞ്ചൻജംഗ എവറസ്റ്റ്. ചങ്പൂർ 20 പീർപഞ്ചൽ. ക്യുംബു 20 കാഞ്ചൻജംഗ എവറസ്റ്റ്. മിലാം 20 കുമയോൺ ഗർവാൽ. ക്യാങ്സങ് 19 കാഞ്ചൻജംഗ എവറസ്റ്റ്. ടൊലാംബോ 19 കാഞ്ചൻജംഗ എവറസ്റ്റ്. ഭഗീരഥ് കരാക്ക് 18 കുമയോൺ ഗർവാൽ. ഭഗീരഥ് കരാക്ക് 18 കുമയോൺ ഗർവാൽ. മന 18 കുമയോൺ ഗർവാൽ. മാനോസ്റ്റോങ് 16 കാരക്കോരം. സാറ്റോപാങ്ക് 16 കുമയോൺ ഗർവാൽ. സാറ്റോപാഞ്ച് 16 കുമയോൺ ഗർവാൽ. ബാരാശിഗ്രി 15 പീർപഞ്ചൽ. ബാരൻ 15 കാഞ്ചൻജംഗ എവറസ്റ്റ്. ബാരാശിഗ്രി 15 പീർപഞ്ചൽ. ബാരൻ 15 കാഞ്ചൻജംഗ എവറസ്റ്റ്. രാഗിയോട്ട് 15 പീർപഞ്ചൽ. സോനാപാനി 15 പീർപഞ്ചൽ. ഗാംഗ്രി 13 പീർപഞ്ചൽ. യപ്കാംഗ്ര 13 സെൻട്രൽ നേപ്പാൾ. ക്യുലിംഗ് 11 സെൻട്രൽ നേപ്പാൾ. ലിഡാൻഡ
11 Central Nepal, Rambang 10 Kanchenjunga Everest, Rambang 10 Kanchenjunga Everest. Table 3.2 important glaciers of the Himalaya mountains നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവായി ക്ഷമിക്കുക. ഇനി നമുക്ക് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയൻ സിസ്റ്റം നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയൻ സിസ്റ്റം. ദ ഹിമാലയ സിസ്റ്റം ഈസ് അബൌട്ട് 2400 km ഫ്രം Nanga Parbat in the west to Namche Barwa in the east. The Himalayan system is about 2400 km from Nanga Parbat in the west to Namche Barwa in the east, in length and varies in width from 240 to 330 km when arranged in longitudinal direction. The Himalayan range comprises 3 parallel ranges arranged by elevation and geological age. It is made of 3 parallel ranges. 1. The Greater Himalayas. 2. The LHS. And 3. The Outer Himalayas, sometimes collectively called the Great Himalayan Range. 1. The Greater Himalayas. 1. The Greater Himalayas, Himadri or the northernmost range is also called the Higher Himalayas and is also the oldest of the 3. The average height is approximately 6,000 m and contained the 3 highest mountains on earth. Mount Everest 8,848 m, 8,848 m on the China-Nepal border. K2 8,611 m, also known as Mount Godwin Austen, and in China as Qagir-Feng in an area claimed by India, Pakistan and China, and Kanchenjunga 8,598 m on the India-Nepal border. Many major mountains are located entirely within India, such as Nanda Devi 7,817 m in the state of Uttar Pradesh. The snow line averages 4,500 to 6,000 m on the southern side of the Greater Himalayas and 5,500 to 6,000 on the northern side. Because of climatic conditions, the snow line in the eastern Himalayas averages 4,300 m, whereas in the western Himalayas it averages 5,800 m. Greater Himalayas or Himadri contains several glaciers which are extensively discussed already in this section under glaciers of Himalayas. അപ്പോൾ 1 the Greater Himalayas നമ്മൾ പറഞ്ഞതിൽ പറയുന്നുണ്ട്. Greater Himalayas or Himadri contains several glaciers which are extensively discussed already in this section under glaciers of Himalayas. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസിന് മുന്നേ പറഞ്ഞ ടോപ്പിക്ക് ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ്. അപ്പോൾ ദയവേതൊന്ന് ശ്രദ്ധിക്കണം. ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്, കാരണം അത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മളത് പറഞ്ഞിരുന്നു ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ്. അപ്പോൾ അതൊന്ന് റിലേറ്റ് ചെയ്യാം. 1 the Greater Himalayas, Himadri. ഇനി അടുത്ത 2 ആണ്. 2 the LHS Himachal. 2 the LHS Himachal. 2 the LHS Himachal, located in northern India in the states of Himachal Pradesh and Uttar Pradesh, in north central India in the state of Sikkim, and in northeastern India in the state of Arunachal Pradesh. Range from 1,500 to 5,000 m in height. Located in the LHS are the hill stations of Shimla and Darjeeling during the colonial period. This and other hill stations were used by the British as summer retreats to escape the intense heat of the plains. It is in this
transitional vegetation zone, that the contrast between the bare southern slopes and the forested northern slopes become most noticeable. 3. The outer or southern Himalayas or Sivalik. ഈ മൂന്നാമത് പറയാനുള്ളത് ഈ 2 ദ LHS ഹിമാചലിൽ നമ്മൾ മുന്നേ പറഞ്ഞതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി 3 ദ ഔട്ടർ ഓർ സൗത്തൻ ഹിമാലയസ് ഓർ സിവാലിക്. 3 ദ ഔട്ടർ ഓർ സൗത്തൻ ഹിമാലയസ് ഓർ സിവാലിക്. Averaging 900 to 1200 m in elevation lie between the LHS and the Indo-Gangetic Plain. The youngest of the 3 is also called the Sub-Himalayan Range, Sivalik Hills in India. This range is made of erosion material from the rising of Himalaya. In Himachal Pradesh and Uttar Pradesh, this southernmost range is often referred to as the Sivalik Hills. It is possible to identify a fourth and northernmost range known as the Trans-Himalayas. This range is located entirely on the Qinghai zigzag plateau north of the great west to east trending valley of the Yarlung Sangbo River. North of the Trans-Himalayas range is separated from the Great Himalayan range for most of its length. It merges with the Great Himalayan range in the western section, the Karakoram range, where India, Pakistan and China meet. 3 the outer or southern Himalayas or Sivalik നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവായിട്ട് ക്ഷമിക്കുക. സൗണ്ടൊക്കെ നമുക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഓണാക്കി കൊടുക്കുകയാണ്, കാരണം നമ്മൾ ഓണാകുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും മൈക്ക്, പക്ഷെ അത് കഴിഞ്ഞ് ഓഫായി പോവും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓണാക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇടയ്ക്ക് ഓണാക്കി കൊടുക്കുന്നുണ്ട്. സൗണ്ടൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. എന്തായാലും ഒട്ടും സൗണ്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല, അങ്ങനെ വരില്ല. എന്നാലും നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മൈക്കൊക്കെ നല്ല മൈക്ക് തന്നെയാണ്, എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മൈക്ക് ചിലപ്പോൾ ഓഫായി പോവാം, നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളായിട്ടൊക്കെ ഒന്ന് പരിചയമാവും. അപ്പോൾ അതാണ് മെയിൻ കാരണം. മൈക്ക് പെർഫെക്റ്റ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം റിസീവർ യൂസ് ചെയ്ത് നമ്മൾ ഇത്ര നാളത്തെ മൈക്ക് നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്, ഈ സൗണ്ടിലുള്ള ഡിഫറൻസൊക്കെ. റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും. ഇനി നമുക്ക് ടേബിൾ 3.3 നോക്കാം. ടേബിൾ 3.3 ഹിമാലയൻ റേഞ്ചസ്. ടേബിൾ 3.3 ഹിമാലയൻ റേഞ്ചസ്. ഗ്രേറ്റർ ഇന്നർ ഹിമാലയാസ്. ഗ്രേറ്റർ ഇന്നർ ഹിമാലയാസ്. ലേസർ മിഡിൽ ഹിമാലയാസ്. ലേസർ മിഡിൽ ഹിമാലയാസ്. ഔട്ടർ ലോവർ ഹിമാലയാസ്. ഔട്ടർ ലോവർ ഹിമാലയാസ്. The highest mountain range of the Himalayas. Greater Inner Himalayas. Greater Inner Himalayas. The highest mountain range of the Himalayas. Situated to the south of the Himadri. This is the outermost range situated on the south of the LHS. Under perpetual snow, these ranges have an average height of about 6,000 m. Average height is about 3,000 m. This discontinuous range join the LHS in the extreme east. Mountain peaks with a height of more than 8,000 m are situated in this mountain range. Example, Kanchenjunga 8,595 m. Nanga Parbat 8,126 m. Many health resorts are situated on the southern slope of the mountain
range. For example, Shimla, Darjeeling. Its average height is about 1200 m. The source of Ganges and Yamuna. The source of Ganges and Yamuna. There are several heights about 1200 m flat valleys running parallel to the mountain ranges. They are called duns. Example, Dehradun. ഇനി നമുക്കൊരു മാപ്പാണ് പറയാനുള്ളത് നോക്കാം. മാപ്പ് 3.4 നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. മാപ്പ് 3.4 നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഹിന്ദുക്കുഷ്, പാമീർ, കൺലൻ, കാരക്കോരം, ലഡാക്ക്, സാസ്കി, കൈലാസ് റേഞ്ച്, ഹിമാലയാസ്, സുലൈമാൻ റേഞ്ചസ്, ശിവാലിക്, കാസിഗാരോ, ജൈൻറ്റിയ ഹിൽസ്, നാഗ ഹിൽസ്. മാപ്പ് 3.4 നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. മാപ്പ് 3.4 നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. പാമീർ, ഹിന്ദുക്കുഷ്, ക്യുൻലാൻ, കാരക്കോരം, ലഡാക്ക്, കൈലാസ് റേഞ്ച്, സാസ്കി, ഹിമാലയാസ്, സുലൈമാൻ റേഞ്ചസ്, ശിവാലിക്, കാസിഗാരോ, ജൈൻറ്റിയ ഹിൽസ്, നാഗ ഹിൽസ്. മാപ്പ് 3.4 നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഈ മാപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കാം. റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ശരിക്കായിട്ട് അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് സൈലൻസ് ആയതുകൊണ്ട് പ്ലീസ് അഡ്ജസ്റ്റ്. ഇങ്ങനൊരു ടേബിളാണ് വരുന്നത്. ടേബിൾ 3.4 പ്രൊമിനൻറ്റ് പീക്സ്. ടേബിൾ 3.4 പ്രൊമിനൻറ്റ് പീക്സ്. പീക്ക് നെയിം എലിവേഷൻ MFT. 1 എവറസ്റ്റ് 8850 29,035. 2 K2 8611 28,251. 3 Kanchenjunga 8,586 28,169. 4 Lahost very sorry. 4 Lahots 8,501 27,939. 5 Megalu 8,462 27,765. 6 Kyo Oyu 6 Kyo Oyu. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, ദയവേത് ക്ഷമിക്കുക. 6 Kyo Oyu 8,201 26,906. 7 Dhaulagiri 8,167 26,764. 8 Manaslu 8,163 26,758. 9 Nanga Parbat 8,126
8,126, 26,658. 9 Nanga Parbat, 8,126, 26,658. 10 Annapurna, 8,091, 26,545. 11 Yasherbrum 1, 8,068, 26,470. 12 Broad Peak, 8,047, 26,400. 13 Yashbrum 2, 8,035, 26,360. 14 Shishapangma, 8,027, 26,289. 15 Yankang Gang, 7,922, 26,089. 16 Nanda Devi, 17,817, 25,645. 17 Cabru, 17,338, 7,338, 24,258. 18 Pumori, 7,161, 7,161. 23,494, 23,494. ടേബിൾ 3.4 പ്രൊമിനൻ്റ് പീക്സ് നമ്മൾ പറഞ്ഞത്, പീക്ക് നെയിം എലിവേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാൻ സെൻറ്ററിൽ വെച്ച് പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി പറയണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ്. ദയവേത് ക്ഷമിക്കുക. നമ്മൾ ടോട്ടലി മിക്ക ഭാഗങ്ങളും സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെടുത്ത് പറയുന്നത്. കാരണം ഈ വേർഡ്സുകളൊക്കെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയൊക്കെ ആവുന്നുള്ളൂ പറയാൻ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. CCT എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. എന്നാലും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കും കൂടി അത് കംഫർട്ടബിൾ ആയിരിക്കും മനസ്സിലാവാൻ. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് റീഡ് ചെയ്ത് പോയാലും മതി. തെറ്റായ രീതിയിലേക്ക് അത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് റിലേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. അപ്പം മനസ്സിലാക്കുക കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് അടുത്തത് ദ ട്രാൻസ് ഹിമാലയാസ് ആണ് നോക്കാം. ഇപ്പോഴും മൈക്കിൻ്റെ കാര്യമാണ് എനിക്കിപ്പോഴും ഫുള്ള് ഉറപ്പിക്കാൻ പറ്റാത്തത്. എന്തായാലും വീഡിയോ അത്യാവശ്യം എടുത്ത് അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. The Trans Himalayas. Sanskar range average height 6,000 m, branches off from the Himadri near 18 degree E longitude in Tibet. Sanskar range average height 6,000 m, branches off from the Himadri near 80 degree E longitude in Tibet, running northwest parallel to the north of the main range. Beyond the Sanskar range lies the gorge of the Indus, about 560 km long, 10 km wide and 5,200 m deep near Banji, where the river cuts through the Ladakh range. It passes through the range twice before in the southeast at Tangra and Kartasko.
Tangra and Kartasco. The river cuts through the Himalayas entering Pakistan about 90 km west of the Nanga Parbat. Further north between Indus and Shyok, its tributary runs the Ladakh range, 5,800 m high and more than 300 km long, running parallel to Saskar range. Ladakh Plateau with an average elevation of 5,300 m. The Ladakh Plateau occupies the northeast portion of Kashmir. The plateau has been dissected into a number of plains and mountains, designated from north to south as the Lingsi Tang Plains, Lokshan Mountains, Akai Chain, and Soda Plains. Ladakh Plateau with an average elevation of 5,300 m. The Ladakh Plateau occupies the northeastern portion of Kashmir. The plateau has been dissected into a number of plains and mountains, designated from north to south as the Lingsi Tang Plains, Loksang Mountains, Akai Chin, and Soda Plains. Karakoram and Kailash range north of the Indus, forming India's frontier with Afghanistan and China in the northwest of Kashmir. Is a great Karakoram, a region of lofty peaks and vast glaciers. Some of the famous peaks are Mount K2 Hidden Peak, Broad Peak, and Gangshar Brum 2. While the largest glaciers are the Hispa and the Batur of Hansa Valley, over 57 km long, and the Biafo and Baltar of the Shigar Valley, a tributary of the Indus, 60 km long. The Siachen Glacier of the Nubra Valley is the longest one with a length of over 75 km. The Karakoram merges into the Pamir Canal towards west, whereas they continue as the Kailash range of Tibet towards southeast. The Trans Himalayas നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. ഈ ടോപ്പിക്സിലും അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ തെറ്റുകൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ദയവേത് മനസ്സിലാക്കുക. ടോപ്പിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ ട്രാൻസ് ഹിമാലയാസ്. ഇനി അടുത്തത് നമുക്ക് റീജിയണൽ ഡിവിഷൻ ഓഫ് ദ ഹിമാലയാസ് ആണ് പറയാനുള്ളത്. നോക്കാം. റീജിയണൽ ഡിവിഷൻ ഓഫ് ദ ഹിമാലയാസ്. The most prominent regional division, identified in west to east direction based on river valleys, was done by Sir Sidney Beauregard of Canada. According to him, the entire length of Himalayas can be divided into 4 segments as shown in the map below. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി പറയാം. റീജിയണൽ ഡിവിഷൻ ഓഫ് ദ ഹിമാലയാസ്. ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റീജിയണൽ ഡിവിഷൻ, identified in west to east direction based on river valleys, was done by Sir Sidney Beauregard of Canada. According to him, the entire length of Himalayas can be divided into 4 segments as shown in the map below. 1. The Punjabi Himalayas. Stretched between the Indus and Satluj rivers lies a 460 km long Punjabi Himalayas with its general
elevation falling westwards. It is also called Kashmir Himalayas or Himachal Himalayas. As a significant portion of this stretch lies in Jammu and Kashmir and Himachal Pradesh. Its main ranges are Karakoram, Ladakh, Pir Panjal, Sanskar and Dauladar. Sojila passes 3,444 m high. It's an important passes in these mountains. To the Kumaon Himalayas, stretched between the Satluj and Kali rivers, lies a 320 km long Kumaon Himalayas with its general elevation higher than that of Punjab Himalayas. Stretched between the Satluj and Kali rivers, lies a 320 km long Kumaon Himalayas with its general elevation higher than that of Punjab Himalayas. Its western and is particularly called Garhwal Himalayas. It contains important peaks of Nanda Devi, Badrinath, Kamat, Trishul, Kedarnath, Gangotri, etc. 3. Nepal Himalayas. Stretched between the Kali and Tista rivers, lies 800 km long Nepal Himalayas, lying mostly in Nepal and containing some of the highest peaks of the world, thus making it the tallest section of the Himalayas. Important peaks include Mount Everest, Kanchenjunga, Lahost, Mekalu, Dhaulagiri, KOU and Annapurna. ഇപ്പം നേപ്പാൾ ഹിമാലയസ് ആണ് പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. അത് പഞ്ചാബ് ഹിമാലയസും പിന്നെ അത് കുമയോൺ ഹിമാലയാസും നേപ്പാൾ ഹിമാലയാസും ഒക്കെയാണ് പറഞ്ഞത്. ഇനി അടുത്ത 4 ദ ആസാം ഹിമാലയാസ്. A 750 km stretch of Himalayas located between Tista and Brahmaputra rivers called Assam Himalayas. This section of Himalayas comprises large areas of Sikkim, Assam and Arunachal Pradesh. Important feature of this section is a very steep southern slope and decreasing steepnesses towards its west end. Namcha Barwe, Kula Kangri and Como Lahiri are important peaks of this region. ഇനി മാപ്പ് 3.5 ആണ് നമുക്ക് പറയാനുള്ളത്. ഫോർ ദ അസം ഹിമാലയാസിൽ വരുന്നത് മാപ്പ് 3.5 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ്. ഇൻഡസ്, സത്ലജ്, പഞ്ചാബ്, ഹിമാലയ, കുമയോൺ, ഹിമാലയ, നേപ്പാൾ, ഹിമാലയ, ആസാം, ഹിമാലയ, കാളി, ഗംഗ, യമുന, ഗഗാര, തിസ്റ്റ, ബ്രഹ്മപുത്ര. മാപ്പ് 3.5 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയസ് നമ്മൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയണം. മാപ്പ് 3.5 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയസ്. ഇൻഡസ്, സത്ലജ്, പഞ്ചാബ് ഹിമാലയ, കുമയോൺ ഹിമാലയ, നേപ്പാൾ ഹിമാലയ, അസം ഹിമാലയ, കാളി, ഗംഗ, യമുന, ഗഗാര, തിസ്റ്റ, ബ്രഹ്മപുത്ര. മാപ്പ് 3.5 റീജിയൺ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയസ് നോർത്ത് വയ്ക്കുക.
നമുക്ക് പറയണത് ദ പർവാഞ്ചൽ ഓർ ദ ഈസ്റ്റേൺ ഹിൽസ് ആണ് പറയാനുള്ളത്. നോക്കാം. ദ പർവാഞ്ചൽ ഓർ ദ ഈസ്റ്റേൺ ഹിൽസ്. ദ പർവാഞ്ചൽ ഓർ ദ ഈസ്റ്റേൺ ഹിൽസ്. After crossing the Dihang Gorge in the east, the Himalayas bend towards south, forming a series of hills with a north-south trend which become convex shape ranges on the eastern boundary of India. The mountains from west to east direction undergo a knee joint shape and more from north to south. These mountains ranges are known as Parvanchal, also known as Indo-Myanmar Hill Ranges, and form a part of the Arakan-Yoma Suitor Zone. Arakan-Yoma Suitor Zone. These hills running through Arunachal Pradesh, Nagaland, Manipur, Mizoram, Tripura, and eastern Assam, and mostly composed of sedimentary rocks, have a hogback appearance with steeper western slopes which are highly dissected. These ranges indicate the eastern limit of the oceanic crust component of the Indian plate. This plate is moving northeastwards and subducting under the Myanmar-Burma microplate. The Parvanchal runs mostly as parallel ranges and valleys, and are covered with dense forest and are covered with dense forest. Their heights vary from 500 to 3000 m, peaks rising higher. Important hills are given in the map 3.6. Map 3.6, the Parvanchal. Himalayas. Bhutan, Miri Hills, Mishmi Hills, R Brahmaputra, Shillong, Garo, Kasi, Shillong, Garo Hills, Kasi Hills, Shillong, Garo Hills, Kasi Hills, Jaintia Hills, Burail Hills, Naga Hills, Patkoi Hills, Miso Hills, Chin Hills, Arakan-Yoma Hills. Map 3.6, the Parvanchal. നമുക്ക് ഒരിക്കലും നോക്കാം. മാപ്പ് 3.6, ദ പർവാഞ്ചൽ. Himalayas, Bhutan, Miri Hills, Mishmi Hills, R Brahmaputra, Shillong, Garo Hills, Kasi Hills, Jaintia Hills, Burail Hills, Naga Hills, Patkoi Hills, Miso Hills, Chin Hills, Arakan-Yoma Hills. Map 3.6, the Parvanchal. അപ്പോൾ മാപ്പ് 3.6, ദ പർവാഞ്ചൽ നോർത്ത് വയ്ക്കാം. ഇനി സൈഡിൽ ടോപ്പിക് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞതിൽ ദ പർവാഞ്ചൽ ഓർ ദ ഈസ്റ്റേൺ ഹിൽസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കാം. ഇനി നമുക്ക് പറയുന്നത് വാട്ട് ഹാപ്പൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ഹിമാലയൻ ബെൽറ്റ് ആണ്. നോക്കാം. വാട്ട് ഹാപ്പൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ഹിമാലയൻ ബെൽറ്റ്. The structures and trends of the Himalayas change sharply at both ends of the range, defining bends called syntaxes. The general east-west trend of the Himalayas terminates suddenly at its western and eastern extremities, and the ranges are sharply bent southwards.
The eastern bend is in Arunachal Pradesh, where the mountains take a sharp bend from the eastern to southern direction after crossing the Brahmaputra River. The western syntaxial bend is near Naga Parbat, where the Indus River has cut a deep gorge. This bend is about 480 m deep and affects all ranges starting from the Pamir up to the foothills. This bend is about 480 m deep and affects all ranges starting from the Pamir up to the foothills. What happens at the ends of the Himalayan belt ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ദ പെനിൻസുലയാണ്. നോക്കാം. The peninsula is an old geologically stable region with an average elevation between 300 and 1800 m. It is geographically the oldest part of India. The rocks that are 3000 to 5000 million years old. Then the entire plateau measures about 1600 km in north south and 1400 km in east west direction. It covers a total area of 1577.30 km square, which is about 48.90%, almost half of total area of India. Lying south of the northern plains, it slopes from west to east with the exception of Narmada, Tapti, Rift, which slopes westwards. The entire peninsular plateau is an aggregation of several small plateaus and hill ranges interspersed with river basins and valleys. It is surrounded by the hill ranges from three sides by the Aravalli range, the Vindhya, the Satpura, the Barmar, the Raja Mahal hills, and the western Ghats and the eastern Ghats. The higher Deccan peaks reach over 2500 m, which include the Nilagiri hills. The northern boundary of the peninsular block is an irregular line running from Kutch along the western flank of the Aravalli range to near Delhi, and thence roughly parallel to the Yamuna and the Ganga as far as the Rajmahal hills and the Ganga delta. അപ്പോൾ അത് പെൻസുല നമ്മൾ പറഞ്ഞത്, നമ്മളിതിൽ പറഞ്ഞതിൽ നമ്പറിൽ മിസ്റ്റേക്ക് അല്ല, നമ്മൾ നമ്പർ പറഞ്ഞത് അത്ര കറക്റ്റായ രീതിയിൽ പറഞ്ഞിട്ടില്ല, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം. അപ്പോൾ ദ പെൻസുലാണ് പറഞ്ഞത്. ഇനി അടുത്തത് സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ബ്യൂഡൽക്കൻഡ് റീജിയൻസ്. വലിയൊരു ടോപ്പിക്കാണിത്. ഇതെന്തുമാത്രം പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ഈ മൈക്കില്ല സൗണ്ടും കാര്യമൊക്കെ നമുക്കറിയില്ല എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. എന്നാലും ഈ ടോപ്പിക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയണം, എങ്ങാനും സൗണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, റിസീവർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നിങ്ങളിത് റീഡ് ചെയ്യാൻ ഉപയോഗിക്കണം. ഈ ടോപ്പിക്സൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന പെനിൻസുലർ പ്ലാറ്റോ ആണ്. ഇത് ഇതിനേക്കാളും വലിയ ടോപ്പിക്കാണ്. ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും സെൻട്രൽ ഹൈലാൻഡ്സും ആൻഡ് ബുഡൽഖണ്ഡ് റീജിയൻസും നോക്കാം. ഫസ്റ്റ് സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ബുഡൽഖണ്ഡ് റീജിയൻസ്. ദ plateau is flanked by the Aravalli, the Rajamahal, the Khasi and the Jaintia hills in the northern outskirts, whereas some portion of the plateau is buried deep under the sediments of the northern plains. The western and northwestern parts of the plateau
is buried deep under the sediments of the Central Highlands and Budelkhand regions. The plateau is flanked by the Aravalli, the Rajamahal, the Khasi and the Jaintia hills in the northern outskirts, whereas some portion of the plateau is buried deep under the sediments of the northern plains. The western and the northwestern parts of the plateau extend up to Kutch in Gujarat and the Aravalli range in Rajasthan. Its northern limits run parallel to and 50 mi south of the course of Ganga Yamuna rivers. A wide belt of hilly country bordered on the west by the Aravalli range and on the east by the Vindhyan scraps is known as the Central Highlands or the Madhya Bharat Padar. Significant portions of Madhya Pradesh, Rajasthan and some of Uttar Pradesh constitute this region. The Central Highlands is formed of one northern highlands constituting the Aravalli range, the East Rajasthan uplands or the Marwar uplands, the Madhya Bharat upland, the Budelkhand upland and the southern highlands constituting the Malwa plateau, the Vindhyan scraplands, the Vindhya range and the Narmada valley. The Aravalli range is located to the northwestern part of the plateau, extending southwestwards from Delhi to very close to Ahmedabad for a distance of about 800 km. It is one of the oldest tectonic fault mountains in the world. Guru Shikhar 1722 yam on the Abu Hills is the highest peak of the Aravalli range. The Aravalli range is composed mainly of hard quartzites. It is deeply worn out and eroded by the running water and forms a complex of hill ranges. However, the main range is in Rajasthan, having imposing relief features. The Marwar upland with an average elevation of 250 to 500 m lies in the east of the Aravalli range and slope down eastwards. The Thar desert lies to the west of the Aravallis. The Banas River originates from the Aravalli range and flows for about 400 km before joining the Chambal River. East of the Chambal, the land is rocky and densely forested. It is known as the Madhya Bharat Padar. The Chambal River, which flows in a rift valley, is the main river with its tributaries Sindh and Parbati, which drains the sandstone upland. Towards the north of Central Highland lies Ravinis and the Badlands of the Chambal River. The Budelkhand upland lies between the Yamuna and the Vindhyan scraplands, ranging between 100 and 300 m in height. The upland is an old erosional surface carved out of granite. The erosional work of the rivers flowing here has converted it into an undulating area and rendered it unfit for cultivation. The Budelkhand upland slopes down from the Vindhyan scrap towards the Yamuna River. Between Madhya Bharat Padar and the Vindhyan range lies an extensive lava plateau known as Malwa Plateau, which is covered with black soils. Malwa Plateau lies in the north and
north and the northwest of the Deccan lava plateau. The plateau is relatively open and is drained by the upper Chambal and Betwa rivers. Upper Chambal and Betwa rivers. The plateau has been the center of human agglomeration as its western part having the Aravallis and the eastern Budelkhand is not very suitable for human habitation. The plateau is dominated by the Vindhyan scarps. It consists of several erosional surfaces of low elevations. The average height of the surfaces is below 600 m. South of this plateau stands the Vindhya range running parallel to the Narmada river in the northeastern section. The range presents a scrapland topography. It is known as the Vindhyan scraplands. The Kaimur Hills, the southernmost part of the central highlands, is the structural depression of the Narmada. The Vindhya range constitutes the main dividing line between the geological regions of the Indo-Gangetic Plain and the peninsula. This range lies north of the Narmada River, and when viewed from there, it is possible to discern the prominent escarpments that rise between 800 and 1400 m. The Vindhya range defines the north central and northwestern boundary of the peninsula and the Chota Nagpur plateau. Of southern Bihar forms the northeastern boundary. Almost entire peninsula south of the line formed by Vindhya Satpura Mahadeo hills is termed the Deccan Plateau. Many fault troughs and fault scraps can be seen on the northern portion, especially between Thar Desert and the Rajmahal hills. The other features like the older residual hills, eroded plains of Kehota Nagpur plateau, dissected plains of Budelkhand through valleys of the Narmada, Tapti and the Damodar, the broad shallow valleys of the Godavari and the Kaveri, and the steep sided Nilagiri, the Annamalai, Palni and Cardamom represent distinct stages of evaluation of the plateau. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ബുഡൽഖണ്ഡ് റീജിയൻസിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ്. ഇത് പ്രിൻറ്റിങ് എറർ വന്നേക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്നുള്ളതാണ് ഇവിടെ. നമ്മൾ തെറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതും തെറ്റി ഒരു പ്രാവശ്യം നമ്മൾ കറക്റ്റ് പറഞ്ഞു, പിന്നെ ഇത് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ തെറ്റി പറഞ്ഞു. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്നാണ് വരുന്നത്. ഞാനൊക്കെ തെറ്റായിപ്പോയി പറഞ്ഞത്. എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക. ടോട്ടലി നമ്മളിതുവരെ പറഞ്ഞേക്കണതെല്ലാം ചോട്ടാ നാഗ്പൂർ എന്നുള്ളതാണ്. ഇവിടെയും പ്രിൻറ്റിങ് എറർ വന്നിട്ടുണ്ട്. എന്താ ഈ ഒരു ഡിഫറൻസ്. എനിക്ക് ഈ ബുക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ട് എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് പ്രിൻറ്റിങ് എററും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് അത്രയും വിശ്വാസമാണ് ഈ ബുക്ക്. പിന്നെ അത് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. ഇപ്പം നമുക്കിനി ഇത് നോക്കണം, ഈ മാപ്പ് നോക്കണം. അപ്പം നമുക്ക് നോക്കാം. മാപ്പ് 3.7 പെനിൻസുലർ പ്ലാറ്റ്യൂ. മാപ്പ് 3.7 പെനിൻസുലർ പ്ലാറ്റ്യൂ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ,
പാകിസ്ഥാൻ, ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, കച്ച് പെൻസുല, കത്തിയവാർ പെൻസുല, ആരവല്ലി റേഞ്ച്, ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, ആരവല്ലി റേഞ്ച്, മാൾവ പ്ലാറ്റു, വിന്ധ്യ റേഞ്ച്, സത്പുര റേഞ്ച്, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, വിന്ധ്യ റേഞ്ച്, സത്പുര റേഞ്ച്, അറേബ്യൻ സി, അജന്ത റേഞ്ച്, ഗർജാട്ട് ഹിൽസ്, ഡെക്കാൻ പ്ലാറ്റു, ഈസ്റ്റേൺ ഗഡ്സ്, ബേ ഓഫ് ബംഗാൾ, നീലഗിരി ഹിൽസ്, ലക്ഷദ്വീപ്, ശ്രീലങ്ക, ഇന്ത്യൻ ഓഷ്യൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ബേ ഓഫ് ബംഗാൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. മാപ്പ് 3.7 പെനിൻസുലർ പ്ലാറ്റ്യൂ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, ക്യാച്ച് പെൻസുല, കത്തിയവാർ പെൻസുല, ആരവല്ലി റേഞ്ച്, മാൾവ പ്ലാറ്റ്യൂ, ഭൂട്ടാൻ, ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, ആരവല്ലി റേഞ്ച്, മാൾവ പ്ലാറ്റ്യൂ, വിന്ധ്യ റേഞ്ച്, സത്പുര റേഞ്ച്, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, അറേബ്യൻ സി, അജന്ത റേഞ്ച്, ഗർജാട്ട് ഹിൽസ്, വെസ്റ്റേൺ ഗഡ്സ്, ഡെക്കാൻ പ്ലാറ്റ്യൂ, ഗർജാട്ട് ഹിൽസ്, ബംഗ്ലാദേശ്, മ്യാൻമർ, ബേ ഓഫ് ബംഗാൾ, ഡെക്കാൻ പ്ലാറ്റ്യൂ, ഈസ്റ്റേൺ ഗഡ്സ്, വെസ്റ്റേൺ ഗഡ്സ്, ഡെക്കാൻ പ്ലാറ്റ്യൂ, നീലഗിരി ഹിൽസ്, ലക്ഷദ്വീപ്, ശ്രീലങ്ക, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ലക്ഷദ്വീപ്, ശ്രീലങ്ക, ഇന്ത്യൻ ഓഷ്യൻ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. മാപ്പ് 3.7 പെനിൻസുലർ പ്ലാറ്റ്യൂ. മാപ്പ് 3.7 പെനിൻസുലർ പ്ലാറ്റ്യൂ നമ്മൾ പറഞ്ഞതിൽ പ്രിൻറ്റിങ് എറർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇത് ഓർത്തിരിക്കുക. മാപ്പ് 3.7 പെനിൻസുലർ പ്ലാറ്റ്യൂ. ഇനി നമുക്ക് പറയാനുള്ളത് പെനിൻസുലർ പ്ലാറ്റ്യൂസ് ആണ്. നോക്കാം. ഇത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ അതെന്തായാലും ഫുള്ളായിട്ട് തന്നെ നമ്മൾ പറയാണ്. പെനിൻസുലർ പ്ലാറ്റ്യൂസ്. In the south, the plateau surface exceeds 1000 m in elevation, but in the north, it hardly reacts. In the south, the plateau surface exceeds 1000 m in elevation, but in the north, it hardly reaches 500 m, triangular in shape. It has 4 psychographic subunits: 1, the Deccan Plateau; 2, the Western Ghats; 3, the Eastern Plateau; and 4, the Eastern Ghats. The Deccan Plateau is almost plain and is inclined towards east and
southeast. The Deccan Plateau is a vast plateau in India, encompassing most of central and southern India. The name Deccan is anglicized form of Prakrit Dakin, itself derived from the Sanskrit Dakshina, meaning south. It comprises the whole of peninsular India, south of the Vindhya range, and has an elevation which ranges from 1500 to 2500 ft. It is bounded in the west by the Western Ghats and in the east by the Eastern Ghats. These two formations form one of the vertex of a triangle which encompasses the plateau, with the Vindhya range forming the third side. This region is one of the most stable land masses of the world. It lies south of the Indo-Gangetic Plain. It is bounded by the Western Ghats in the west, the Eastern Ghats to the east, the Nilagiris in the south, and the Satpura and Vindhya ranges in the north. The plateau elevation is about 500 m on average. It is composed of black volcanic basalt soil. The chief crop is cotton. However, sugarcane, rice and other crops are also common. Several Indian states cover parts of the Deccan. Maharashtra covers most of the northern plateau and Chhattisgarh the northeast corner. Andhra Pradesh covers the east central portion of the Deccan. Andhra Pradesh covers the east central portion of the Deccan, and Karnataka covers the west central and most of the southern portion of the plateau, with the southernmost portion in Tamil Nadu. The largest city in the Deccan is Hyderabad, the capital of Andhra Pradesh. Other major cities include Bangalore, the capital of Karnataka, and Nagpur, Pune and Sholapur in Maharashtra. Typically, the Deccan Plateau is made up of basalt. This is in extrusive igneous rock. Also, in certain sections of the region, we can find granite. Which is an intrusive igneous rock. The difference between these two rock types are that basalt rock forms an eruption of lava that is outside a volcano, whereas granite forms inside a volcano. That is, when the volcano becomes extinct, the lava solidifies inside the volcano itself. The Deccan is rich in minerals. Primary mineral ores found in this region are mica and iron, or in the Chota Nagpur region, and diamonds, gold and other metals in the Golconda region. The vast volcanic basalt beds of Deccan were laid down in the massive Deccan Traps eruption, which occurred at the end of the Cretaceous period 64 million years ago. Some paleontologists speculate that this eruption may have caused the extinction of the dinosaurs during a period lasting many hundreds of years. There was a lot of volcanic activity in the region. The molten lava that erupted out of the volcanoes solidified into a hard rocky layer. Layer after layer was formed by the volcanic activity that lasted many hundreds of years, and when the volcanoes became extinct, they left a region of highlands with typically vast stretches of flat area on top like a table. Hence it is also known as tabletop.
The Godavari river and its tributaries, including the Indravati, drain most of the northern portion of the plateau. The Godavari river and its tributaries, including the Indravati, drain most of the northern portion of the plateau, rising in the western Ghats and draining east towards the Bay of Bengal. The Krishna river and its tributaries, including the Bhima river, which also run from west to east, drain the central portion of the plateau. The southernmost portion of the plateau is drained by the Kaveri river, which rises in the western Ghats, Karnataka, and bends south to break through the Nilagiri hills into Tamil Nadu, emptying into the Bay of Bengal. There are several small basins and they are separated by the low hills. The plateau surface is made of the horizontally placed lava beds deposited during the last phase of volcanic eruptions. The Vidharava plain, the Godavari basin and the Bhima basins are separated by low hills like Ajanta hills, Balakad hills, etc. To the east of Nagpur, the Deccan plateau is marked by the Vaingana valley and the upper Mahanadi basin of Chhattisgarh region. From the hilly tracts of Orissa, the Chhattisgarh region rises very gently towards the Bastar hills and has remarkable uniformity. However, the genesic Telangana region of the south has erosional surfaces. Shillong Plateau lies further to the east of the peninsular region, as the rainfall is the highest in the world over the plateau. It is highly dissected and is full of dense forests. The average altitude is between 1,300 and 800 m. The highest point is the Shillong peak, 1,800 m high. The plateau has a sharp escarpment on the southern slope facing the Sarma Valley. It is believed that the Shillong Plateau is an extension of the Peninsular Block, having the connecting rock strata buried deep under the Great Northern Plains. The Chota Nagpur Plateau is a plateau in eastern India, which covers much of Jharkhand state as well as adjacent parts of Orissa, Bihar and Chhattisgarh. The Indo-Gangetic plain lies to the north and east of the plateau and the basin of the Mahanadi river lies to the south. The plateau is made of ancient Precambrian rocks. Deposits of coal support the industries of the Damodar Valley. Chota Nagpur is made of three smaller plateaus, the Ranchi, Hazaribagh and Kodarma plateaus. The Ranchi plateau is the largest of the plateaus with an average elevation of 700 m. The total area of Chota Nagpur is approximately 60,000 km square. Much of the plateau is forested with sal trees predominant and is covered by the Chota Nagpur dry deciduous forest ecoregion. The plateau is one of the few remaining refuges left in India for tigers and Indian elephants. The peninsula in its northern section comprises the Satpura range and the Maharashtra plateau. The Maharashtra plateau is formed of lava and is drained by the Tapti in the north and the Godavari in the south. The Satpura runs west-east in the central part. It is known as the
Mahadeo Hills, and in the eastern it reaches the Maikala Range. The Karnataka Plateau and the Andhra Plateau form the southern part of the Deccan. The certain Archean genesic rocks and are drained by tributaries of the Krishna and the Kaveri rivers. The Karnataka Plateau has two main subdivisions. One, the Malnad and two, the Maiden. The average height of the plateau is 500-800 m. The highest hill range is the Baba Budan Hill Tract. On the other hand, the Maiden portion is open and relatively plain. The release of the Karnataka and Deccan plateaus extend up to Kanyakumari and are dependent on the Western Ghats. The Western Ghats or Sahyadri Mountains run along the western edge of India's Deccan Plateau and separate the plateau from a narrow coastal plain along the Arabian Sea. The uplifting of the plateau of the Central Peninsula and its eastward tilt formed the Western Ghats, a line of hills running south from the Tapti River to the tip of the peninsula. The range starts south of the Tapti River near the border of Gujarat and Maharashtra and runs approximately 1600 km through the states of Maharashtra, Goa, Karnataka, Kerala and Tamil Nadu. Almost to the southern tip of the Indian peninsula, the average elevation is around 900 m. Higher peaks occur in the northern section of the range in Maharashtra, notably Kalsu by 1646 m, 5427 ft. Mahabaleshwar 1438 m, 4710 ft. And Harishchandragar 1424 m, 4691 ft in southwest Karnataka, notably Kudremukh at 1862 m, and in the southern part of the range with Anaimudi in Kerala at 2695 m height, the highest peak in the Western Ghats. The only major gap in the range, the Palghat Gap, joins Tamil Nadu to Kerala. Smaller ranges including the Nilagiri Hills of northwestern Tamil Nadu and Biligiri-Rangana, southeast of Mysore in Karnataka, meet the Shivarois, Servarayan Range, and Tirumala Range further east, linking the Western Ghats to the Eastern Ghats. These ranges of hills serve as important wildlife corridors, allowing species like elephants to move between the ranges. The westward facing slopes receive much more rain than the eastward facing slopes, and the Western Ghats are considerably wetter than the dry Deccan to the east. The Western Ghats form the most important watershed for peninsular India. The plentiful rain giving rise to numerous streams with many waterfalls, which form the headwaters of both the short rivers that run to the Arabian Sea and the great perennial rivers of the Deccan, including the Godavari River, Krishna River, Kaveri River and their tributaries, which empty into the Bay of Bengal. Many of these rivers and streams
are threatened by pollution from mining, agriculture and urban runoff. Coffee pulp influence effluence, coffee pulp effluence and other human activity. There has recently been a strong movement to curb mining operations in the Western Ghats, as this is one of the global biodiversity hotspots. One standing example of such a campaign is the one in Kudremukh, where iron ore is mined and the river Kali is used to transport ore. Historically, the Western Ghats were well covered in dense forests. In the south, they contain the only rainforest of southern India. These forests are home to an interesting and diverse fauna and flora, many of them showing affinities to Southeast Asia but are increasingly threatened by human activity. Several national parks and other protected areas lie within the range, but it is estimated that only a small fraction of the Western Ghats remains in pristine condition. The Silent Valley National Park in Kerala is considered by many to be the last tracts of virgin tropical evergreen forest in India. Biogeographers have long recognized the distinctive plant and animal communities of the Western Ghats. Many of these faunal and floral elements are not found anywhere else in the India except in parts of northeastern India. The Western Ghats are also home to many endemic species, and the endemism is especially high in the amphibian and reptilian fauna. The snake family Europeltidae is almost entirely restricted to and diversified in this region of the world. The frog Nasica batrachus, Sahia drinensis was discovered in 2003 as being a living fossil. The frog Nasica batrachus Sahia drinensis was discovered in 2003 as being a living fossil. The Western Ghats are ecologically distinct from the drier regions of the north and east, but can be further divided into 4 ecoregions. The northern portion of the range is generally drier than the southern portion, and at lower elevations make up the northwestern Ghats moist deciduous forests ecoregion, with mostly deciduous forests made up of predominantly of teak, Tectona grandis and Diptocarpus. Tectona grandis and Diptocarpus. Above 1000 m elevation are the cooler and wetter northwestern Ghats, montane rainforests, whose evergreen forests are characterized by trees of family Lauraceae. The evergreen Wayanad forests of Kerala and Tamil Nadu mark the transition zone between the northern and southern ecoregions of the Western Ghats. The southern ecoregions are generally wetter and most species rich. At lower elevations are the southwestern Ghats, moist deciduous forests, where Culinia is the characteristic tree genus, accompanied by teak, Diptocarpus and other trees. This moist forests transition to the drier South Deccan Plateau, dry deciduous forests to the east. In the mountains rain shadow.
Above 1000 m are the southwestern Ghats, mountainy rainforests. Above 1000 m are the southwestern Ghats, mountainy rainforests, also cooler and wetter than the surrounding lowland forests and dominated by evergreen trees. Although some mountain grasslands and stunned forests can be found at the highest elevations, the southwestern Ghats mountainy rainforests are the most species-rich ecoregion in peninsular India. 8% of the flowering plant species of the entire Western Ghats range are found in this ecoregion. It also harbors the highest levels of endemism. 35% of the plants, 42% of the fishes, 48% of the reptiles, and 75% of the amphibians that live in this ecoregion are endemic. Still higher, above elevations of 1600 mean sea level MSL, are seen the shola grassland mosaic, which are habitats exclusive to the Western Ghats. The eastern plateau is formed by the Budelkhand Plateau, the Chotanagar Plateau, the Mahanadi Basin, and the Dandakaranya Plateau. The Dandakaranya Plateau. North of the Mahanadi stands the Budelkhand Plateau, which is drained by the tributaries of the Son River. The Chota Nagpur Plateau, composed of granites and gneisses, forms Jharkhand, having an average elevation of 700 m. It is an old erosional surface with 3 lava hills of the Dalma, Porahat and Rajmahal. The plateau is drained by the Damodar River. The Mahanadi River, with its numerous tributaries, drains the central part of the eastern plateau. Locally, the region is known as the Chhattisgarh Basin. South of this basin lies a region of sparse population and rugged topography known as the Dandakaranya Plateau. The Eastern Ghats are a discontinuous range of mountains running from West Bengal state in the north through Orissa and Andhra Pradesh to Tamil Nadu in the south. In Orissa, the Eastern Ghats are known as the Mahendragiri and is composed of Condite and Charnockite gneisses. Southward, there are detached low hills, Javadi Hills and Shevaroi Hills. The Eastern Ghats mark the eastern end of the plateau. They begin in the hills of the Mahanadi River Basin and converge with the Western Ghats at the peninsula's southern tip. The interior of the peninsula, south of the Narmada River, often termed the Deccan Plateau or simply the Deccan, from the Sanskrit Daksina, meaning south, is a series of plateaus topped by rolling hills and intersected by many rivers. The Eastern Ghats are eroded and cut through by the 4 major rivers of southern India: the Godavari, Mahanadi, Krishna and Kaveri. These rivers rise in the Western Ghats and flow eastward into the Bay of Bengal. The region boasts of fertile soil, but hydropower generation here is not as profitable
as it is in the Western Ghats. The plateau averages roughly 300 to 750 m in elevation. This range runs parallel to the Bay of Bengal. The Eastern Ghats are not as high as the Western Ghats. As with the Western Ghats, this mountain ranges also have their local names. For example, the Vellikonda range of Andhra Pradesh. Vellikonda range of Andhra Pradesh. At their southern end, the Eastern Ghats are not continuous but form several ranges of low hills. The southernmost of the Ghats are the low Sirumalai and Karantamalai hills of southern Tamil Nadu. North of the Kaveri river is higher Kolimalai, Panchaimalai, Shivorai, Servaroyan, Panchaimalai, Shivaroi, Servaroyan, Chiteri, Palamalai and Mettur Hills in northern Tamil Nadu state. The climate of the higher hill ranges is generally cooler and wetter than the surrounding plains, and the hills are home to coffee plantations and enclaves of dry forest. The hill station of Yerkaud is located in the Shevarai Hills. The Bilgiri Hills, which run east from the Western Ghats to the Kaveri River, forms a forested ecological corridor that connects the Eastern and Western Ghats and allow the second largest wild elephant population in India to range between the southeastern Ghats, the Bilgiri and Nilagiri Hills, and the southwestern Ghats. The Nilagiri Hills, far south in Tamil Nadu, is the meeting place of the Western Ghats, the Eastern Ghats, and the southern hills rising abruptly from the surrounding areas. It has the highest peak of Doda Beta, 2637 m, and Udaga Mandulam Ooty Hill Station, and Udaga Mandulam Ooty Hill Station. The Ponayar and Polar Rivers. The Ponayar and Polar Rivers flow from headwaters on the Kolar Plateau. The Ponayar and Polar Rivers flow from headwaters on the Kolar Plateau eastwards through gap in the Ghats. The Javadu Hills lie between the two rivers, north of the Polar River in Andhra Pradesh. The center portion of the Eastern Ghats consists of two parallel ranges running approximately north-south. The lower Vellikonda range lies to the east, and the higher Palikonda, Langamala, Nelamala ranges lie to the west. The Polar River cuts through the ranges. The Vellikonda range eventually descends to the coastal plain in northern Nellore district. The Vellikonda range eventually descends to the
coastal plain in northern Nellore district, whereas the Nelaimala range continues to the Krishna river. A range of low hills lie between the Krishna and the Godavari. But north of the Godavari, the eastern Ghats increase again in height, forming the boundary between Andhra Pradesh and Orissa. A range of low hills lie between the Krishna and the Godavari, but north of the Godavari, the eastern Ghats increase again in height, forming the boundary between Andhra Pradesh and Orissa. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പെനിൻസുല പ്ലാറ്റ്യൂ ആണ്. ജസ്റ്റ് നമ്മളൊന്ന് ഇതുവരെ പറഞ്ഞതൊന്ന് ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് തുടങ്ങിയിരുന്നു. ഇത്രയും വരെ ഇവിടെ വരുന്നുണ്ട്. അടുത്ത ഭാഗം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പം ഇത്രയും വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ ചില ഭാഗത്ത് സെൻറ്റൻസിൻ്റെ ആ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല, ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദ ഈസ്റ്റേൺ പാറ്റ് ഈസ് ഫോംഡ് ബൈ ദ ബഗേൽഖണ്ഡ് പ്ലാറ്റ്യൂ. ഇത് പ്രിൻറ്റിങ് എററെന്ന് തോന്നുന്നു. ചോട്ടാ നാഗപുർ പ്ലാറ്റ്യൂ ഇതിൽ ഈ എൻഡിങ് ഈ സെൻറ്റൻസിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു പോകാൻ. ഇത്തിരി ക്ലാരിറ്റി കുറവും വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ദ ഈസ്റ്റേൺ ഗഡ്സ് ആർ എ ഡിസ്കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് മൗണ്ടൻസ് റണ്ണിങ് ഫ്രം വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇൻ ദ നോർത്ത് ത്രൂ ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ് ടു തമിഴ്നാട് ഇൻ ദ സൗത്ത്. ഇൻ ഒറീസ ദ ഈസ്റ്റ്, ഇതിൽ ഇൻ ഒറീസ ദ ഈസ്റ്റ് എന്നുള്ളിടത്തൊക്കെ നമുക്ക് പറഞ്ഞു പോകുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ഓക്കെ, ഈ എൻഡിങ് സെൻറ്റൻസിൻ്റെ എൻഡിങ് വരുമ്പോൾ ഒരു നമുക്ക് ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത്രേ പറ്റുന്നുള്ളൂ. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറയാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ ദയവേതൊന്ന് ക്ഷമിക്കണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഈ പെനിൻസുല പ്ലാറ്റ്യൂ എന്നുള്ളൊരു ഭാഗം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വേർഡ്സുകളും വരുന്നുണ്ട്. പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും നല്ലപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കണം. ഇത് പറഞ്ഞില്ലെങ്കിലും ശരിയാവില്ല, കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വലിയൊരു ടോപ്പിക്കും കൂടിയാണ്. അതുകൊണ്ടത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ നമുക്ക് പറയാനൊന്നും പറ്റുന്നില്ല, ചില വേർഡ്സൊക്കെ പറയാൻ കറക്റ്റായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്ത് പറയുന്നത്. കാരണം സ്പെല്ലിങ്ങിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് CSET എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും വലിയ ടോപ്പിക്കാവുമ്പോൾ. ഞാൻ ഒരു വിധത്തിലൊക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഡ്രോബാക്സൊക്കെ ദയവേത് ക്ഷമിക്കണം. പെനിൻസുല പ്ലാറ്റ്യൂ കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കണം. 5 മണിക്കൂർ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ മൊബൈലിൽ സ്പേസ് ഒരു പക്ഷേ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വെച്ച് അവസാനിപ്പിക്കണം. പിന്നെ നമുക്ക് ഈ മൈക്കിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. ഒരു പക്ഷേ ഇനി സൗണ്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര നേരം ക്ലാസ് എടുത്തത് വെറുതെ ആയി പോവും. അങ്ങനെയുള്ള കാര്യം കൂടി ഉണ്ട്. ഇതാ കോസ്റ്റൽ പ്ലെയിൻസ് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു 5 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു മൈക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, JTPയുടെ. അടുത്തൊരു മൈക്കും കൂടി ഉണ്ട്. 2 മൈക്കും ഒരു റിസീവറാണ് വരുന്നത്. അത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മൈക്കേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഒരു 3.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈക്കിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സമയവും കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. എന്തായാലും 3.5 മണിക്കൂറിൻ്റെ ഈ വീഡിയോ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ദ കോസ്റ്റൽ പ്ലെയിൻസ് വരുന്നുണ്ട്. ഈ വീഡിയോ നമ്മൾ എടുത്തേക്കണത് സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഇപ്പോൾ അടുത്ത് തന്നെ അധികം വൈകാണ്ട് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ വീഡിയോ തുടങ്ങും.
അപ്പോൾ ഒരു ദിവസം തന്നെ 2 വീഡിയോ അപ്ലോഡ് ചെയ്യും. നമുക്കറിയില്ല, നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ മൊബൈലിലെ സ്പേസും കൂടി നോക്കേണ്ടി വരും. കാരണം കുറേ വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ പല കാരണം കൊണ്ടും കറക്റ്റായില്ല. ദ പേഴ്സൺ CCT മാനുവൽ 2023 ഫസ്റ്റ് ഈ ബുക്കിലെ കുറിച്ചുള്ള ഫസ്റ്റ് പാർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ഭാഗങ്ങൾ ഈ ബുക്ക് ഇതിപ്പോൾ നമ്മൾ കുറേ ഭാഗം എത്തി. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുറേ ഭാഗങ്ങൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു 2023. അപ്പോൾ ആ വീഡിയോസൊക്കെ സ്പീഡ് കൂടുതലും പിന്നെ നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുപോലെ തന്നെ ക്യാമറയുടെ മൂവ്മെൻറ്റൊക്കെ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഒരിക്കലും അത് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്തേക്കാണ്. അത് യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടേക്കണ കാരണം കൊണ്ട് യൂട്യൂബിലല്ല ഗാലറിയിൽ ചെയ്തിട്ടേക്കാണ്. യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ സ്പേസ് അങ്ങനെ അഡ്ജസ്റ്റഡ് ആയി പോയി. പിന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്താൽ ശരിയാവില്ല. കാരണം എന്തോരം സ്പേസ് ഉണ്ടാവും എന്നുള്ളത് ഒരു 20 GB ഉള്ളൂ ഫോണിൽ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. 3.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനി സ്പേസ് അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോയിൽ സൗണ്ട് ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ദ പേഴ്സൺ CCT മാനുവൽ എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ സൗണ്ടൊക്കെ ഉള്ള കറക്റ്റ് ഒരുവിധമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ദ കോസ്റ്റൽ പ്ലെയിൻസ്, ടേബിൾ 3.5 കമ്പാരിസൺ ബിറ്റ്വീൻ ദ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്, ദ കേരള ബാക്ക് വാട്ടേഴ്സ്, ദ ഇന്ത്യൻ ഐലൻഡ്സ്. ഇതൊക്കെ വലിയ ടോപ്പിക് തന്നെയാണ്. നമ്മൾ നേരത്തെ പെനിൻസുല പ്ലാറ്റു പറഞ്ഞ പോലെ തന്നെ. കണ്ട ഇത്രയൊക്കെ വരുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് ഐലൻഡ്സ് ഓഫ് ഇന്ത്യ. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം നമ്മൾ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. എൻ്റെ മനസ്സ് നിറഞ്ഞുള്ള ക്ഷമ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം ഈ പെനിൻസുല പ്ലാറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് കറക്റ്റ് ആവാൻ സാധ്യതയില്ല കുറേ വേർഡ്സൊക്കെ. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ CCT മാനുവൽ എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്പെഷ്യൽ ക്ലാസ്സസ്, ദ പേഴ്സൺ CCT മാനുവൽ 2025 സ്പെഷ്യൽ ക്ലാസ്സസ്, ദ പേഴ്സൺ CCT മാനുവൽ 2025 വീഡിയോസ്. ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യാം. പിന്നെ ഇത്ര നാൾ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞില്ല, അതിന് പകരം നമ്മൾ വേറെ വീഡിയോസ് നമ്മൾ ചെയ്ത് വെച്ചേക്കാണ് ഗാലറിയിൽ. എന്നാൽ ആ വീഡിയോസും നിങ്ങൾ ക്ലാസ്സായിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്നാലും നമുക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. കാരണം നല്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് നമ്മൾ ചെയ്തേക്കണത്. എല്ലാ ഭാഗത്തും വളരെ നല്ല രീതിയിൽ തന്നെ വെച്ചാൽ ഇത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ താല്പര്യം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണമെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ CCTക്ക് വേണ്ടി നിങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു പ്രസൻറ്റേഷൻ CCTക്ക് വേണ്ടി
പെർഫോം ചെയ്യാം. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളത്. മനസ്സെപ്പോഴും സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഇത് ഏറ്റവും വലിയ വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഇത്തരം വലിയ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇത് എന്താവുമോ അത് നമുക്കറിയില്ല, മൈക്ക് കാര്യങ്ങളൊക്കെ. എന്നാലും ഇത് വലിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഇത്രയും വലിയ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആദ്യത്തെ നമ്മുടെ മൈക്ക് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇത് JTPയുടെ മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. റിസീവർ യൂസ് ചെയ്യാണ്ട് നമ്മളാദ്യം K8ൻ്റെ വയർലെസ് മൈക്രോഫോൺ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അത് 2.5 മണിക്കൂറും പിന്നെ 10 മിനിറ്റ്സും ഒക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തെങ്കിലും അതിൽ കൂടുതൽ എന്തായാലും വന്നിട്ടുണ്ട്, ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായ രീതിയിൽ തന്നെ ഈ വീഡിയോ CCTക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതലും നമ്മൾ നല്ലതാക്കാൻ പരിശ്രമിക്കും. അപ്പോൾ അത്രയൊക്കെ നമുക്ക് പറയാനുള്ളത്. എന്തായാലും നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.